നിങ്ങൾ അറിഞ്ഞായിരുന്നോടെ ഞാനും കണ്ണാണനും കൂടെ നമ്മുടെ കളർ വണ്ടി കാണാനുള്ള പോക്കാണ്. കളർ വണ്ടി പണിക്കിട്ടിരിക്കുന്ന BRS ഡിജിറ്റൽസിന്റെ മടയിലാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. വണ്ടി നേരിട്ട് കണ്ടപ്പോഴാണ് നമ്മുടെ കിളിയും കിളിക്കൂടും എല്ലാം പറന്നുപോയി. കമന്റ് ബോക്സിൽ ഒരുപാട് വന്ന കമന്റുകളിലൊന്നാണ് നമ്മുടെ കളർ വണ്ടിയിൽ സ്കേറ്റിംഗ് വെക്കാൻ. ആ കമന്റുകളെല്ലാം കണ്ടിട്ട് അതിനുള്ള റിപ്ലൈ എന്ന പോലെ നമ്മുടെ കളർ വണ്ടിയിൽ സ്കേറ്റിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷേ ബോഡിയുടെ സെയിം കളറാണ് നമ്മൾ സ്കേറ്റിംഗ് ഒട്ടിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ കളർ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. കളർ മാറിയതിന്റെ ക്ഷീണത്തിൽ വണ്ടിക്കകത്ത് പണികൾ എന്തായെന്ന് നോക്കാൻ കയറിയപ്പോഴും വീണ്ടും ടെസ്റ്റ്. ഇനിയും 1-2 ആഴ്ച ചെയ്യാനുള്ള പണി ഈ വണ്ടിക്കകത്ത് ബാക്കിയുണ്ട്. വണ്ടിക്കകത്തുള്ള സ്പീക്കറുകൾ ഏകദേശം എല്ലാം കയറിയിട്ടുണ്ട്. ക്യാബിൻ സ്പീക്കറും സബ്വൂഫറും വെക്കേണ്ട പെട്ടിയെല്ലാം ചെയ്താണ് ദാ വച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങൾ കണ്ടുകൊണ്ട് നിന്നപ്പോഴും തൊട്ടപ്പുറത്ത് വേറൊരു വണ്ടി കണ്ടു. ടാറ്റ മാർക്ക് പോലെയാണ് വണ്ടി. ഈ വണ്ടിയിൽ ഓജസ് ആണ് ഫ്രണ്ടും ബാക്കും എല്ലാം വെട്ടി വേറെ ലെവലിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ചെറുക്കന്റെ വിശേഷങ്ങൾ കൗതുകത്തോടെ കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് വേറെ സംഭവം ഉണ്ട്. സിനിമ വരെ ഓടിക്കാൻ പറ്റുന്ന നെയിം ബോർഡ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ നെയിം ബോർഡ് ഇങ്ങനെ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഒട്ടുമിക്ക എല്ലാ വണ്ടികൾക്കും ഓട്ടമുള്ള സമയമാണെങ്കിലും BRSന്റെ മടയിൽ ഇപ്പോഴും ഫുൾ തിരക്കാണ്. അങ്ങനെ BRS വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നത് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മുടെ വണ്ടിയിലെ പണി നേരിട്ട് കണ്ടത്. അങ്ങനെ നമ്മുടെ വണ്ടിയിൽ പണി ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ട് സംതൃപ്തിയായപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് നേരെ തിരിച്ചു. ഇവിടെ നിന്ന് നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം കാറ്റലിന്റെ വണ്ടിയുടെ അടുത്താണ്. നമ്മുടെ സ്വന്തം കാറ്റലിൽ ഇന്ന് തിരുവനന്തപുരത്തോളം ഓട്ടമുള്ളത് കൊണ്ട് ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നേരെ പോയിട്ടുണ്ട്. അങ്ങനെ ട്രിപ്പ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആളെ കയറ്റി കൊണ്ടുവന്നപ്പോൾ ഞാൻ വന്ന് വണ്ടിയിലേക്ക് നന്ദുവിന്റെ കളർ വണ്ടിയുടെ സ്വന്തം ശരത്തണ്ണനാണ് ഇന്ന് നമ്മുടെ വണ്ടി കൊണ്ട് തിരുവനന്തപുരത്തോളം പോകുന്നത്. കളർ വണ്ടി BRSലായതുകൊണ്ട് ശരത്തണ്ണൻ ഇപ്പൊ ഫ്രീ. അങ്ങനെ ശരത്തണ്ണനും അപ്പുവും ഞാനും കൂടെ വണ്ടി എടുത്ത് നേരെ ആദ്യം പോയത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിലേക്ക്. അങ്ങനെ തിരുവനന്തപുരത്തോളം തീർത്ഥാടന യാത്രയുടെ ആരംഭമായിട്ട് നമ്മുടെ വണ്ടിയിൽ വന്ന ആൾക്കാർ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ കയറി തേങ്ങ ഉടച്ചിട്ടായിരുന്നു നമ്മുടെ യാത്ര. അങ്ങനെ തേങ്ങയൊക്കെ ഉടച്ച് സന്തോഷമായിട്ട് യാത്ര ആരംഭിച്ചു. അങ്ങനെ നമ്മുടെ വണ്ടി കൊണ്ട് ബൈപ്പാസ് റോഡ് വഴി ഓടി നമ്മൾ നേരെ തോന്നക്കൽ പമ്പിലെത്തി. ബൈപ്പാസ് റോഡ് വഴി പോകുമ്പോൾ നമ്മൾ സ്ഥിരം ഡീസൽ അടിക്കുന്ന പമ്പാണ് ഈ പമ്പ്. അങ്ങനെ പമ്പിലെത്തി ഡീസൽ അടിച്ചു തുടങ്ങിയപ്പോഴേ അപ്പ് ഫോൺ കുത്തി തുടങ്ങി. നമ്മൾ മാത്രമല്ല ഒട്ടുമിക്ക ടൂറിസ്റ്റ് ബസ്സുകളും ഇവിടെ നിന്നാണ് ഡീസൽ അടിക്കുന്നത്. അങ്ങനെ 10,000 രൂപയ്ക്ക് നമ്മുടെ ചെറുക്കനിലെ ഡീസൽ മേടിച്ചിട്ടായിരുന്നു പിന്നീട് നമ്മുടെ ഉള്ള യാത്ര.